സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് ഇടുക്കിയിലും തുടക്കം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇടുക്കി മണ്ഡലത്തിൽ തുടക്കമായി. ചെറുതോണിയിൽ നടന്ന ചടങ്ങിൽ റോയ് കെ പോലോസ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങളോട് ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് കേരളത്തിൽ നടപ്പിലാവുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ UDFൻ്റെ മറ്റെല്ലാ നേതൃത്വവും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ സൗജന്യ യാത്ര ആരംഭിക്കുമെന്നുള്ളത് അന്നത്തെ ജനങ്ങളോടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ആദ്യം കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ, സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യമായിട്ട് കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചരിത്രപരമായ ആ തീരുമാനം കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് ഇത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC എന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ആ സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴുമാണ് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പമാണ് ഐക്യജനാധിപത്യ മുന്നണി, ഈ ഗവൺമെൻറ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു തീരുമാനം ഇന്ന് രാവിലെ 8:30 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ ഉദ്ഘാടനം ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും നിയോജകമണ്ഡലം ആസ്ഥാനങ്ങളിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇടുക്കി നിയോജകമണ്ഡലത്തിലെ ഈ സൗജന്യ യാത്രാ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി അല്ലെങ്കിൽ ഈ തീരുമാനമെടുത്ത കേരള ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങൾ സർവോപരി എല്ലാ രീതിയിലും ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. റൂട്ടുകളിലേക്കുള്ള ബസ് സർവീസുകൾ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. യാത്രക്കാർക്കുള്ള ടിക്കറ്റുകൾ MLA നേരിട്ട് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളായ AP ഉസ്മാൻ, മിനി സാബു, ടോണി തോമസ്, ബിജു നിള, സെലിൻ വിൻസെന്റ്, ടിൻഡു സുഭാഷ്, സാലി ബാബു, ജോസഫ് പാലാട്ടിൽ, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിതകർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കന്യാസ്ത്രീകൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന RMS സ്പൈസസിൽ ഇനി ലോകകപ്പ് ഫുട്ബോൾ ആരവം. ഈ ഫുട്ബോൾ മാമാങ്കം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ RMS സ്പൈസസ് അവസരമൊരുക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഫാൻസും ആയിക്കോട്ടെ, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് വേൾഡ് കപ്പ് ആസ്വദിക്കാം. RMS സ്പൈസസിന്റെ AC ഹോളിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കളി ആസ്വദിക്കുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും, അല്ലേ? ഈ വേൾഡ് കപ്പ് സൗജന്യമായ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാം നമ്മുടെ RMS സ്പൈസസിനൊപ്പം.